ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കല്ലേ? നല്ല മഴയാണ് അല്ലേ? അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു കിടിലൻ ഐറ്റം ആണ്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മുരിങ്ങയില നമ്മുടെ വീടുകളിലും തൊടികളിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന സാധന. ചിലർ ഇതിന്റെ ഗുണം അറിയുന്നതുകൊണ്ട് ഫുഡായിട്ടൊക്കെ ഉപയോഗിക്കും, ചിലരിത് ധാരാളം കിട്ടുന്നതുകൊണ്ട് മൈൻഡ് ചെയ്യാതെ ഇടുകയും ചെയ്യും. പക്ഷെ ഇനി ഇത് നിങ്ങൾ ഒരിക്കലും വെറുതെ കളയില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. എന്താ ജയിച്ച പരിപാടി? ചക്കക്കുരും പരിപ്പൊക്കെ ഇട്ട് കറി വെച്ച് കഴിക്കാനാണോ, തോരൻ വെച്ച് കഴിക്കാനാണോ എന്നല്ലേ നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നത്? അതല്ല, ഇത് ഞാൻ ഉള്ളിയിട്ട് ഉണക്കി പൊടിച്ചു വെക്കാൻ പോവുക. എന്തിനാണല്ലേ? അതിനു മുമ്പ് ഇതിന്റെ ഗുണങ്ങൾ അറിയണ്ടേ. നമ്മുടെ ഓറഞ്ചിനേക്കാൾ വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നത് 7 മടങ്ങ് കൂടുതലാണ്. ക്യാരറ്റിനേക്കാൾ വൈറ്റമിൻ എ അടങ്ങിയിരിക്കുന്നത് 10 മടങ്ങ് കൂടുതൽ. പാലിനേക്കാൾ കാൽസ്യം അടങ്ങിയിരിക്കുന്നത് 15 മടങ്ങ് കൂടുതൽ. ഇരുമ്പോ ചീരനേക്കാളും മറ്റ് ഇലക്കറികളെക്കാളൊക്കെ അടങ്ങിയിരിക്കുന്നത് 25 മടങ്ങ് കൂടുതൽ. പറയണോ? പിന്നെ എന്താ വേണ്ടതില്ലേ? നമ്മുടെ തലച്ചോറിലെ എൻസൈമുകളുടെയൊക്കെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തിയിട്ട് നമ്മുടെ മെമ്മറി പവർ കൂട്ടാൻ ഇതിലും വലിയൊരു ഔഷധം വേറെ അല്ല കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, മുരിങ്ങ ഒരു സൂപ്പർ ഫുഡ് മാത്രമല്ല, സൂപ്പർ ഔഷധം കൂടിയാണ്. ഷുഗർ കുറയ്ക്കും, കൊളസ്ട്രോൾ കുറയ്ക്കും, പിന്നെ നമ്മുടെ ചർമ്മത്തിന്റെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ തീർക്കും നമ്മൾ ഉള്ളിൽ കഴിച്ചാലും. എനിക്കറിയാം, കുട്ടിക്കാലത്ത് നമുക്ക് ഈ മഴക്കാലത്ത് നമുക്ക് കാലിലൊക്കെ നമ്മൾ ആ കാലത്ത് നമ്മൾ തൊടികളിലൊക്കെ ഓടിക്കളിച്ചിരുന്നത്. അപ്പോൾ വളങ്കടി വരും, നിങ്ങൾക്ക് അറിയായിരിക്കും, ഈ വിരലിന്റെ ഇടയിലൊക്കെ പൊട്ടിയിട്ട്. ആ സമയത്തൊക്കെ എനിക്ക് അമ്മമ്മ ഇതിന്റെ തൊലിയും അല്ലെങ്കിൽ ഈ ഇലയൊക്കെ അരച്ച് പുരട്ടി തരുമായിരുന്നു. നന്നായിട്ട് ഒരു പാടുപോലും ഇല്ലാതെ ഉണങ്ങിപ്പോവായിരുന്നു. അപ്പൊ എനിക്കറിയാം ഇതിന്റെ ഔഷധ ഗുണം. മാത്രമല്ല, ഇതിന്റെ ഇലയും പൂവും കായും മുരിങ്ങക്കായും ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാത്തിലും അതിൻ്റെതായ ഔഷധ ഗുണങ്ങളും ഉണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതെങ്ങനെയാണ് നമ്മുടെ മുടി കൊഴിച്ചിൽ തടയുന്നത്. ക്യാൻസർ വന്നവർക്കും ഇനി ഒരു അസുഖം ഇല്ലാത്തവർക്കും ഏറ്റവും നല്ല. ഇനി ഒരിക്കലും മേലാൽ നിങ്ങൾ ആരും പറയില്ല മുടി വളരുന്നില്ല അല്ലെ മുടി കൊഴിച്ചിൽ നിൽക്കുന്നില്ല എന്ന്. ഇതെങ്ങനെ ഉപയോഗിക്കണം എന്ന് പറയട്ടെ. ഇത് ഉണക്കി പൊടിക്കുക. നിങ്ങൾ മഴക്കാലല്ലേ, എങ്ങനെയാ അപ്പൊ ഉണക്കി പൊടിക്കാന്നൊക്കെ നിങ്ങൾ ചോദിക്കും. ഒന്നുമില്ലാതെ നന്നായിട്ട് കഴുകുക, എന്നിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ട് ഒരു പാത്രത്തില് ഇല നന്നായിട്ട് നുള്ളിയിട്ട് എവിടെയെങ്കിലും സേഫായിട്ട് പൊടിയൊന്നും ആവാത്ത ഒരിടത്ത് വെച്ചാൽ അത് താനേ ഉണങ്ങിക്കോളും. നമ്മൾ കരുവേപ്പിലൊക്കെ എടുത്താൽ അത് ഉണങ്ങിപ്പോകുന്നില്ലേ, അതുപോലെ ഇത് ഉണങ്ങിപ്പോവും. ഉണങ്ങിയിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ട് മിക്സിയിൽ വെള്ളമൊന്നും ആവാതെ നന്നായിട്ട് പൊടിച്ചിട്ട് നല്ലൊരു ജാറിൽ, അടപ്പുള്ള നല്ല ഗ്ലാസ് ജാറിൽ തന്നെ ഇത് സൂക്ഷിച്ചു വെക്കുക. ചായ ആയിട്ടോ കാപ്പിയായിട്ടോ, നിങ്ങൾ ആ കാപ്പിയും ചായയും ഒക്കെ കുടിക്കുന്നവരാണെങ്കിൽ അതിലൊരു 1/4 സ്പൂൺ ഇടുക. അതല്ലെങ്കിൽ നിങ്ങൾക്കിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്മൂതി ആയിട്ട് വാഴപ്പഴവും മുരിങ്ങയുടെ കുറച്ച് പൊടിയും കുറച്ച് തേനോ ശർക്കര എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഉള്ളിൽ കഴിക്കാം. നമ്മൾ എന്തും പുറമേ പുരട്ടും പോലെ തന്നെ ഉള്ളിലേക്കും കൂടെ കൊടുക്കുമ്പോഴാണ് അതിന്റെ റിസൾട്ട് ഇരട്ടിയാവുക. ഇത് സൂപ്പർ ഫുഡാണ്. ഇത് നിങ്ങൾക്ക് ഇനി കിട്ടുകയാണെങ്കിൽ തോരനായിട്ട് നിങ്ങൾക്കിത് കഴിക്കാം. കറിയായിട്ടും വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ഇനിയിപ്പോ ഇത് നിങ്ങൾ ഉണക്കി പൊടിച്ചത് നിങ്ങൾക്കിത് തലയിൽ പാക്കായിട്ടിടുക. ആഴ്ചയിൽ 2 or 3 പ്രാവശ്യം ഇത് തലയിൽ പാക്കായിട്ടിടുക. ഇത് ഉള്ളിലും കഴിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഇത് അത്രയ്ക്കും നല്ലൊരു ഔഷധമാണ്. അപ്പൊ ഇന്ന് തന്നെ എല്ലാവരും മുരിങ്ങയില എടുത്ത് ഉണക്കി പൊടിച്ചു വെക്കുക. കാരണം എന്താ ഞാനിത് പറയാൻ കാരണം, കർക്കിടക മാസം വരാൻ പോവുക. അപ്പൊ കർക്കിടക മാസത്തിൽ സാധാരണ എന്താണ് അതിന്റെ ദോഷം എനിക്കറിയില്ല. പക്ഷെ പണ്ട് മുതലേ ഞാൻ കേട്ട് ശീലിച്ചൊരു കാര്യമാണ്, കർക്കിടക മാസത്തിൽ മുരിങ്ങയില കൂട്ടില്ല, ആരും കഴിക്കാറില്ല, ലൂസ് മോഷൻ ഒക്കെ വരും തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തന്നെ എടുക്കുക, ഉണക്കി പൊടിച്ചു വെക്കുക. ദിവസവും ഫുഡിലും ഇനി പച്ചെങ്കിൽ ദിവസവും അല്ലാതെ തന്നെ കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുക. ഒരു 10 ഇല മതിയല്ലോ, അത് ഉപയോഗിക്കുക. നിങ്ങളുടെ തലയിൽ പാക്കായിട്ടിടുക. ചർമ്മത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലൊക്കെ അവിടെയൊക്കെ ഇത് ഉപയോഗിക്കുക. ഇത്രയും നല്ലൊരു സാധനം നമ്മുടെ വീട്ടിലുണ്ടായിട്ട്, നമ്മൾ പറയും മുറ്റത്തെ മുന്നിലേക്ക് മണല്ല, നമ്മൾ കാണാതെ പോകുന്നതാണ്. ഇനി ഒരാളും പറയരുത് എന്റെ മുടി കൊഴിയുന്നു അല്ലെങ്കിൽ മുടി വളരുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ ഉപയോഗിക്കുക. ഉള്ളിലും കഴിക്കുക, തലയിലും പുരട്ടുക. അപ്പൊ നമ്മുടെ പ്രശ്നം തീർന്നല്ലോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്നെ വാച്ച് ചെയ്തതിന് നന്ദി പറയാണ്. ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരാൾക്ക് മാത്രം വളർന്നാൽ പോരാല്ലോ. അപ്പൊ നമ്മുടെ ക്യാൻസർ കൊണ്ട് മുടി കീമോ കഴിഞ്ഞിട്ട് കൊഴിഞ്ഞു പോയവരും അല്ലാത്തവർക്കൊക്കെ, ജെന്റ്സിനും ലേഡീസിനും എല്ലാവർക്കും, കുട്ടികൾക്കും ഒക്കെ ഒരു പാർശ്വഫലവും ഇല്ലാത്ത കിടിലൻ ഔഷധമാണ്. താങ്ക് യു.